താരാവ എന്ന സ്ഥലത്തുള്ള സ്റ്റാഗ് ലാൻഡ്സ് എന്ന വൈൽഡ് ലൈഫ് റിസർവ് കാണുന്നതിന് വേണ്ടി നമ്മളിതിവിടെ വന്നിരിക്കുകയാണ്. വെല്ലിംഗ്ടണിൽ നിന്ന് ഏതാണ്ട് 1.5 മണിക്കൂറോളം ദൂരം ഡ്രൈവ് ചെയ്ത് വന്നെങ്കിൽ മാത്രമേ ഇവിടെ എത്തിച്ചേരുവാൻ കഴിയുള്ളൂ. ചെങ്കുത്തായ മലനിരകൾക്ക് താഴ്വാരത്താണ് ഈ മനോഹരമായ ഈ പാർക്ക് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. 1972 സ്ഥാപിതമായ പാർക്കാണ്. ഈ വൈൽഡ് ജീവികളുമായി മനുഷ്യന് ഇടപഴകുവാനും അതിനെ തീറ്റ കൊടുക്കുവാനും അതിനെ കാണുവാനും ഉള്ള ഒരു അവസരം ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാം മലനിരകളിൽ മാനുകൾ വിഹരിക്കുന്നതായിട്ട് കാണാം. ധാരാളം മാനുകൾ അവിടെയുണ്ട്. ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടർ ഒരു കഫേയാണ്. ഈ കഫേയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉരുളൻ തടികൾ കൊണ്ടാണ് അതിൻ്റെ ഭിത്തികൾ മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത്. യാതൊരു മാറ്റവും വരുത്താതെ തടികളൊന്നിനും മീതെ ഒന്നായിട്ട് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള തടികളാണ് നമുക്ക് കഴിഞ്ഞത്. അവിടുന്ന് നമ്മൾ ഓരോ സെക്ഷനിലേക്ക് പോകുമ്പോൾ തടി കൊണ്ടുള്ള വലിയ വാതിലുകളുണ്ട്. അതുപോലെ തന്നെ നല്ല നീർച്ചാലുകൾ, ചെറിയ ചെറിയ നീർച്ചാലുകൾ, മാൻമെയ്ഡ് ആയിട്ടുള്ളതെങ്കിലും നാച്ചുറലായി തോന്നിക്കുന്ന ചെറിയ ചെറിയ കുളങ്ങൾ, അതിൽ വിഹരിക്കുന്ന താറാവുകൾ, മറ്റു കൂട്ടിലിട്ടിരിക്കുന്ന പക്ഷികൾ, നിരവധിയുള്ള പക്ഷികൾ നമുക്ക് കാണാൻ കഴിയും. അവർക്കൊക്കെ തീറ്റ കൊടുക്കാനുള്ള ഒരു അവസരം ഇവിടെയുണ്ട്. അതുപോലെ തന്നെ താറാവുകളുടെ ഇനത്തിൽ വിവിധ ഇനം താറാവുകളെ നമുക്ക് കാണാൻ കഴിയും. മസ്കോരി താറാവുകളെ നമുക്ക് കാണാൻ കഴിയും. ഇതിനൊക്കെ തീറ്റ കൊടുക്കുമ്പോൾ നമ്മൾ ചുറ്റും ഇത് വന്ന് നമ്മുടെ ചുറ്റും കൂടും. അതാണ് വലിയ ഒരു പ്രത്യേകത. പിന്നെ മയിലുകളുണ്ട്, ചെമ്മരിയാടുകളുണ്ട്, വിവിധ ഇനം പിഗുകളുണ്ട്, വിവിധ ഇനം റാബിറ്റ്സ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് കാണുവാനും അവയ്ക്കൊക്കെ ഫുഡ് കൊടുക്കുവാനും. പിന്നെ സ്വാനുകളുണ്ട്, സ്വാനിന് നമുക്ക് കാണാൻ കഴിയും. ഗിനിപ്പന്നികളുണ്ട്. ആ ഗിനിപ്പന്നികളെയൊക്കെ നമുക്ക് കയ്യിലെടുത്ത് താലോലിക്കാൻ കഴിയും. ഇങ്ങനെ വളരെ മനോഹരവും ആകർഷണീയവുമായ രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു പാർക്കാണ്. നമുക്ക് ആദ്യമൊക്കെ ഇതിനകത്ത് കടന്നു പോകുമ്പോൾ ഒരു വനത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ഒരു രീതി കാണാൻ കഴിയുന്നത്. കല്ലിൻ്റെ ഇടകളും ഒക്കെ വലകൾ കൊണ്ട് പക്ഷികളൊന്നും പറന്നു പോകാതിരിക്കാൻ വലകൾ കൊണ്ട് കംപ്ലീറ്റ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഒരു പ്രത്യേക ഒരു ആകർഷണമെന്ന് പറയുന്നത് ഡ്രോഡ് ഫിഷാണ്. ആ ഡ്രോഡ് ഫിഷിൻ്റെ വലിയൊരു കുളത്തിൽ ധാരാളം നമുക്ക് കാണാൻ കഴിയും. ഇത് സാൽമാൻ ഫിഷിൻ്റെ ഫാമിലിയിൽപ്പെട്ട ഒരു ഫിഷാണ്. വളരെ വിലപിടിപ്പുള്ള മീനുകളാണ്. പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ക്ലൈഡ്സ്ഡെയിൽ എന്ന വിഭാഗത്തിൽപ്പെട്ട കുതിരയാണ്. സാധാരണ കുതിരകൾക്ക് ഭീമാകാരമായ വലിപ്പമുള്ള കുതിരയാണ് ഈ ഇനത്തിൽ കാണുന്ന കുതിര. പ്രത്യേകതരം ഒരു ആകർഷണീയത ഈ കുതിരയെ നമുക്ക് കാണുവാൻ കഴിയും. മറ്റൊരു ആകർഷണം എന്ന് പറയുന്നത് ഡച്ച് ലാൻഡ് റൈസ് ഗോട്ടുകളാണ്. ഇതിൻ്റെ ഒറിജിനൽ നെതർലൻഡിലാണ്. വളരെ നീളമുള്ള കൊമ്പുകളും നീണ്ട താടികളുമൊക്കെ ഉള്ള പ്രത്യേകതയാണ് ഈ ആടുകൾക്കുള്ളത്. വിവിധ ഇനം പിഗുകളെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഒരു പള്ളി ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പുരാതനമായ കെട്ടിടങ്ങൾ, പഴയ ബാങ്കുകൾ, ഫാക്ടറികൾ, ഇതിൻ്റെയൊക്കെ ഒരു പഴയ രൂപം നമുക്കിവിടെ കാണാൻ കഴിയും. ഇതിൻ്റെയൊക്കെ മോഡലായിട്ട് ആണ് നമുക്ക് അത് കാണുമ്പോൾ നമുക്ക് പ്രത്യക്ഷമായി തോന്നുന്നത്. പിന്നെ യമു പക്ഷികൾ ധാരാളമുണ്ട്. അതുമൊക്കെ നമുക്ക് അടുത്ത് ഇടപെടാൻ കഴിയും. വലിയ വലിപ്പമുള്ള കാളെ നമുക്ക് കാണാൻ കഴിയും. പിന്നീട് മ്യൂള്, കുതിരയും കഴുതയുടെയും ഇനം കൂടിച്ചേരുന്ന ഒരു സങ്കരയിനം മ്യൂളിനെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ അവിടുന്ന് ചെറിയൊരു മൊട്ടക്കുന്നാണ്. നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ മലമുകളിൽ കണ്ടുവരുന്ന
മലമുകളിൽ കാണുന്ന മാനുകൾ, ഈ മാനുകളെയൊക്കെ നമുക്കടുത്ത് ഇടപഴകാനും അവയുമായിട്ട് അടുത്ത് നമ്മളെ കാണുമ്പോൾ അത് കൂട്ടം കൂടി നമ്മുടെ അടുത്തേക്ക് വരും. ഞങ്ങൾ പോയപ്പോൾ ധാരാളം മലയാളികളൊക്കെ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അവർ വേറെ വന്നാണെങ്കിലും പല സ്ഥലത്ത് ജോലി ചെയ്യുന്നവരാണ്. അവധി സമയങ്ങളൊക്കെ ചിലവഴിക്കാനായിട്ട് വരുന്നതാണ് ഈ പാർക്കിൽ. പിന്നെ ഈ കഫേയിൽ വന്ന് ഞങ്ങൾ കോഫിയൊക്കെ കുടിച്ചു. ഞാൻ ആദ്യം പറഞ്ഞ ഈ കഫേക്കുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഉരുളൻ തടികൾ കൊണ്ടുള്ള ഭിത്തിയാണ് ഇതിലെ ഒരു ആകർഷണീയത. ഈ മൊട്ട കുന്ന് എന്ന് പറയുന്ന 2 വലിയ മലനിരകൾക്കിടയിൽ ആണ്. അത് മുഴുവൻ സൈപ്രസ് പൈൻ മരങ്ങളുടെ വലിയൊരു വളർത്തിയിട്ടേക്കുന്നത് കാണാൻ ചെങ്കുത്തായ മലകളാണ്. ഈ മലകളുടെ ഇടയിലാണ് ഈ റോഡും. പിന്നെ ഈ പാർക്കിൻ്റെ ഒത്ത നടുഭാഗത്തൂടെ ഒരു കാട്ടരുവി, വിശുദ്ധമായ വെള്ളം ഒഴുകുന്ന ഒരു കാട്ടരുവിയുണ്ട്. അതിൽ ധാരാളം താറാവുകളെയും മസ്കോലി താറാവുകളെയും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അതൊക്കെ നമ്മളെ കാണുമ്പോൾ തീറ്റി കിട്ടാനായിട്ട് ഓടി വരും. അങ്ങനെ ന്യൂസിലൻഡിലെ ഉണ്ടായിരുന്ന സമയത്തെ അവസാനത്തെ ഒരു കാഴ്ചയാണ്. ഇനി ഒരു ദിവസം കൂടെ ഞങ്ങൾ ന്യൂസിലൻഡിലുള്ളൂ. മനോഹരമായ ഒരനുഭൂതി, പ്രകൃതി രമണീയതയുടെ തണുപ്പ്, ശുദ്ധവായു, ഇതിൻ്റെയൊക്കെ ഒരു നല്ല ശുദ്ധവായു ശ്വസിക്കാനൊക്കെ നല്ല അവസരമായിരുന്നു. തുടർന്ന് ഞങ്ങൾ 2-3 മണിക്കൂറോളം ഇവിടെ ചിലവഴിച്ച് വെല്ലിംഗ്ടണിലേക്ക് മടങ്ങിപ്പോരുകയായിരുന്നു ഉണ്ടായത്. ഈ വളരെ മനോഹരമായ ഒരനുഭൂതിയും ഒരു എക്സ്പീരിയൻസാണ് ന്യൂസിലൻഡ് പൊതുവെ നമുക്ക് അനുഭവപ്പെട്ടത്.